ഹലോ ഗൈസ്, അപ്പം ഒരു RJ ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ രാവിലെ തന്നെ എന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എനിക്കിന്ന് 10 മണി മുതൽ 1 മണി വരെയുള്ള ഷോ ആണ്. ISL ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ISL പ്രോഗ്രാം ആണ് കേട്ടോ. അതായത് ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് വിളിക്കാം, അതാണ് ISL. അപ്പം ഞാനാണ് ഇന്നത്തെ ഡ്യൂട്ടി. അപ്പം നമ്മൾ നേരെ എന്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്, ഓണെയർ പോവാണ്. നമുക്ക് ഓണെയർത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ ഓണെയറിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് ഓണെയർ. യെസ്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പാട്ട് സ്റ്റാർ ജമ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ അത് സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടി കേട്ട പിന്നെ ഞാൻ സംസാരിക്കുന്ന കേൾക്കില്ല. ഇപ്പം 9:46 ആയിട്ടുണ്ട്. അപ്പം കറക്റ്റ് 10 മണിക്കാണ് എൻ്റെ ഷോ. ഇവിടെ 10 മണിക്ക് RJ ടോക്ക് എന്ന് എഴുതിയിട്ട് കാണുന്നില്ലേ, ഇവിടെ ആകുമ്പം എനിക്ക് സംസാരിക്കേണ്ട ടൈമാകും. കടല്ലേ, ഫുൾ സെറ്റപ്പാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് 1. നമുക്കിവിടെ 4 മൈക്കുണ്ട് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള 4 മൈക്കുണ്ട്. ഹൃദ്യ, ഇത് നമ്മുടെ ലാൻഡ് ഫോണ്. ഒരേ സമയം നമുക്ക് 12 കോള് വരെ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നുള്ള ഒരു പരാതിയും വേണ്ട, ലൈൻ എൻഗേജ്ഡ് ആവത്തേ ഇല്ല. ആൻഡ് ദിസ് ഇസ് മൈ കറങ്ങുന്ന കസേര. റൈറ്റ്. അപ്പം 10 മണിയാകുമ്പം ഞാനിത് ലൈവ് കയറും. ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് വിളിക്കാം. ISL ആണ്. അതാണ് ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം. 1 മണി വരെ ഉണ്ടാവും. അപ്പം ലൈവ് കയറിന് ശേഷം ഞാനിത് ബാക്കി കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റുമല്ലോ. മൊത്തം എന്താ പറയുക, മാറാലാക്കി ഉണ്ട്. അതൊന്നും കരയാക്കണ്ട. പലരും പറയുന്നുണ്ട്, നിങ്ങൾ ഓഫീസിൻ്റെ അകത്തല്ലേ, പുറത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും കാണില്ല എന്നൊക്കെ എന്നെ കുറേ പേര് വിളിച്ചിട്ട് പറയലുണ്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് പുറത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഒരു ട്രെയിൻ പോകുന്നുണ്ട്, അതിൽ കൂടി കാണുമെന്നറിയില്ല. കാണുന്നുണ്ട് അല്ലേ, ട്രെയിൻ പോകുന്ന കാണാം. എല്ലാം കാണാം, ഒരു സീനും ഇല്ല, എല്ലാം കാണാം. വിശാലമായിട്ടുള്ള ഓണെയർ റൂമാണ്. അപ്പം ഞാൻ ഇവിടെ സംസാരിക്കാനാകുമ്പോൾ ഞാനിത് പ്രസ് ചെയ്യും. അപ്പോൾ മൈക്ക് ഓണാവും, അവിടെ ഓണെയർ കത്തും. പക്ഷേ ഔട്ട് കേൾക്കണമെങ്കിൽ ഞാൻ ഇവിടെ PGM കൂടി ഓർത്തിട്ട് ഈ ഫേഡർ ഒന്ന് മുകളിലോട്ടാക്കണം. ഇപ്പം സംസാരിച്ചാൽ ഔട്ട് കേൾക്കും, അതുകൊണ്ടായിട്ടില്ല, സമയമുണ്ട്. അപ്പം ഓണെയറിന് ശേഷമുള്ള ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഓണെയർ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഡബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ലിങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോളേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ്. സംസാരിച്ച് തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇതാണ് ക്ലബ് FM 94.3 കണക്കിന് ഫൺ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമയം കൃത്യം 1 മണി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലത്തെ. 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞ് 54 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഷോ ഞാനിത് ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. യെസ്. അപ്പം വാതിൽ തുറന്ന്, ഇത് നമ്മുടെ ബാക്കപ്പിൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇത് ഓണെയർ, ഇവിടെ നിന്നാണ് നമ്മൾ ലൈവൊക്കെ പറയുക. ഇത് കോളൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡിയോ എടുക്കാം. ഇത് ബാക്കപ്പ് എന്ന് പറയും. കണ്ടോ, സെയിം പോലെ തന്നെയാണ്, പക്ഷെ ലൈവ് അല്ല, റെക്കോർഡിങ്. ഇത് റെക്കോർഡിങ് സ്റ്റുഡിയോ, അത് ലൈവ് സ്റ്റുഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തേക്ക് വരികയാണ്. യെസ്, അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. RJ ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സീറ്റ്. ഇതെൻ്റെ സിസ്റ്റം. നമുക്ക് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ മെയിൽ ഇവിടെ തുറത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കഴിയുന്ന കോണ്ടന്റും സാധനങ്ങളൊക്കെ നമ്മളിത് ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കലാണ് കേട്ടോ. വാട്ടർ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പം ഇത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള RJ ലൈഫാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ മേലെയുണ്ട്. അത് നമുക്ക് പിന്നെ ഇപ്പം പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.